ഹായ് ഹലോ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് ഞാൻ കിണ്ണത്തപ്പം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് എടുത്തത്. ബസ്മതി റൈസ് ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. എന്നിട്ട് തേങ്ങയും ജീരകവും അതുപോലെ ഏലക്കയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ആദ്യം ഞാൻ പഞ്ചസാര ചേർത്തുള്ള കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കിയത്. അപ്പോൾ വെളുത്തിരിക്കും കിണ്ണത്തപ്പം. ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ പുരട്ടിയ ശേഷം അതിലോട്ട് ആവശ്യമുള്ളത്ര മാവ് ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ സ്റ്റീം ചെയ്യാനാണ് പോകുന്നത്. എന്നിട്ട് ഇങ്ങനെ ആവിയിൽ വേവിക്കണം. ഒരു വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് കുത്തി നോക്കിയാൽ വേവ് മനസ്സിലാകും, ഒട്ടണില്ലെങ്കിൽ. അതിന് ശേഷം ശർക്കര ചേർത്തുള്ള കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ അതിന് വേണ്ടി ശർക്കര ഉരുക്കിയിട്ട് ആ മാവിലോട്ട് ശർക്കര പാനി ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും അതുപോലെ തന്നെ സ്റ്റീമിൽ നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ചൂട് മാറുമ്പോൾ കിണ്ണത്തപ്പം ആ പ്ലേറ്റിൽ നിന്ന് തന്നെത്താൻ വിട്ടു പോകുന്നുള്ളൂ. ഇപ്പോൾ 2 കളറ് കിണ്ണത്തപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് എല്ലാവരും ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോൾ ഞാൻ കിണ്ണത്തപ്പമാണ് ഉണ്ടാക്കി കൊണ്ടുപോയത്. താങ്ക് യു.